ഒരു ഫ്ലാറ്റിൽ അതിൻ്റെ വാർഷികത്തിന് പോയപ്പോൾ ഒരാൾ പറഞ്ഞു പോകുന്നതിന് മുമ്പേ എൻ്റെ ഫ്ലാറ്റിൽ ഒന്ന് വരണമെന്ന് പറഞ്ഞു. അതിൻ്റെ അടുത്ത് തന്നെയാണ്. ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അദ്ദേഹം അമേരിക്കയിലാണ്, കാനഡയിലാണ് സ്ഥിരം. ഇവിടെ ഒരു ഫ്ലാറ്റ് ഉണ്ട്, കോടികൾ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് വാങ്ങിയിട്ടു എന്നേ ഉള്ളൂ. അപ്പൊ അദ്ദേഹത്തിന്റെ അവിടെ എത്തിയപ്പോൾ ഞാൻ വിചാരിച്ചു കാനഡയിലത്തെ വർത്തമാനങ്ങളൊക്കെ ചോദിക്കാം. എഴുത്തുകാർക്ക് പലപ്പോഴും വിവരങ്ങൾ കിട്ടുന്നത് ഓരോരുത്തരോട് അവരുടെ പ്രൊഫഷനെ പറ്റിയും ജീവിതത്തെ പറ്റിയും ചോദിച്ചുകൊണ്ടാണ്. ഇതിപ്പോ അദ്ദേഹം വിളിച്ചത് എന്നോട് ചോദിക്കാനാ. ആയിക്കോട്ടെ പറഞ്ഞു. നമ്പൂതിരിയാണ്, പിതാവ് മരിച്ചിരിക്കണു. മരിക്കുമ്പോ പിതാവിന്റെ കുറേ ഗ്രന്ഥങ്ങൾ എടുത്തു വെച്ച് ഇയാൾ എടുത്തു വെച്ചിട്ടുണ്ട് അവിടെ. പലതും വായിച്ചിട്ട് മനസ്സിലാകുന്നില്ല. താളിയോല ഗ്രന്ഥങ്ങൾ വായിച്ച് ശീലിച്ചവർക്ക് മാത്രമേ അത് മനസ്സിലാവുകയുള്ളൂ. ശരാശരിക്കാർക്ക് വീടിന്റെ ആധാരം വരെയും ഒരു പ്രത്യേക രീതിയിലാണല്ലോ എഴുതുക. ഇടയ്ക്ക് ഒരാൾക്ക് ഒന്നും കൂട്ടിച്ചേരാൻ പറ്റാത്ത വിധം ലൈനായിട്ടാണ് മാല രൂപത്തിലെഴുതുക. ഇതിന്റെ ഒരു രീതി വേറെയാണ്. താളിയോലകളിൽ ഓരോരോ കാര്യം പറയുന്നതിന്റെ രീതി നമുക്ക് മനസ്സിലായില്ലെങ്കിൽ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് പിടുത്തം കിട്ടില്ല. ചിലത് വേറെ ചിലതുമായിട്ട് ചേർത്ത് വായിക്കേണ്ട ഗ്രന്ഥങ്ങൾ ഉണ്ട്. കുറേ നേരം ഞാൻ ഇതൊക്കെ ഇങ്ങനെ കുറെ വായിച്ചു. അപ്പൊ അദ്ദേഹം ഒരു സംശയം ചോദിച്ചു. ഇതിൽ പലപ്പോഴും മത്സ്യമാംസങ്ങൾ എന്ന് പറയുന്നുണ്ട്. മത്സ്യം മാംസല്ലേ? അങ്ങനെ ചോദിക്കുക. മത്സ്യം എന്നുള്ളത് മാംസാണ്. അപ്പൊ ചിലേന്റെ മാത്രം മാംസം അങ്ങനെ ഉണ്ട്. പക്ഷെ മത്സ്യമാംസം എന്ന് പ്രത്യേകം പറയാൻ കാരണം എന്താണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അത് വെവ്വേറെ പറയണം. മാംസം മാതിരിയല്ല മത്സ്യം. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, മത്സ്യവും മാംസവും കൂടി ചേർത്ത് കഴിക്കാൻ പാടില്ല. ആധുനിക ചിന്താരീതി, സയൻസിന്റെ കാഴ്ചപ്പാട് എന്തും കഴിക്കാം, ഏതും ചേർക്കാം, വിറ്റാമിൻ ബി ഉണ്ട്, സി ഉണ്ട്, ഡി ഉണ്ട് എന്നൊക്കെ പറയും. അത് വേറൊരു കാഴ്ചപ്പാട്. ആ കാഴ്ചപ്പാട് മാറും. ഇപ്പൊ പലയിടത്തിനും കാഴ്ചപ്പാട് മാറുന്നുണ്ട്. ആത്മാവ് ഉണ്ട് എന്ന് സ്ഥിരീകരിക്കാൻ പോവുക. മത്സ്യം വേറെ, മാംസം വേറെ. ഒരുമിച്ച് ചേർത്ത് കഴിച്ചാൽ ശരീരത്തിന് ദോഷം ചെയ്യും. ഇക്കാരണം കൊണ്ടാണ് ആചാര്യന്മാര് പറയുന്നത് മീൻ പൊരിച്ചത് എടുത്തു വെച്ചിട്ട് ചെറുനാരങ്ങ നീര് അതിന്റെ മുകളിലൊന്ന് പരട്ടുക. എന്നിട്ട് എല്ലാരും കഴിക്കുന്നില്ലേ? ആയിരക്കണക്കിന് ആളുകൾ കഴിച്ചു പോണില്ലേ? പോകുന്നുണ്ടാകാം. അത് ജന്മജന്മാന്തരമായിട്ട് ഒരു ജന്മത്തിൽ സോറിയാസിസ് വരും. നിസ്സാര കാര്യമല്ല.
ഇതുകൊണ്ടാണ് ഏത് രോഗവും ചികിത്സിക്കാം. ത്വക്ക് രോഗത്തെ ചികിത്സിക്കൽ വളരെ ബുദ്ധിമുട്ടാണ്. എൻ്റെ സുഹൃത്തായിട്ടുള്ള രാമൻ, ഡോക്ടർ രാമൻ, ഞങ്ങൾ ഇരുന്നിങ്ങനെ സംസാരിക്കും. അദ്ദേഹം പറയും, ചൊറി വന്നാൽ ചൊറിയാതിരിക്കുകയാണ്, പിന്നെ മാന്തി അവിടെയൊക്കെ പുണ്ണാവും. മത്സ്യം മാംസം ഒരിക്കലും ചേരാൻ പാടില്ല. അത് ചേർത്താൽ ദഹിപ്പിക്കണമെങ്കിൽ ഇതിനെ രണ്ടിനെയും വേർതിരിച്ച് സൂക്ഷ്മഭാവത്തിൽ എത്തിക്കാൻ ശരീരം കഷ്ടപ്പെടും. ഒരുമിച്ച് ചേർത്ത് കഴിക്കാൻ പാടില്ലാത്തതൊക്കെ ദോഷം ചെയ്യും. അങ്ങനെ അനവധി വസ്തുക്കൾ ഉണ്ട്. മോഡേൺ സയൻസിനൊന്നും ബാധകമല്ലാട്ടോ. ആ ഒരുമിച്ച് ചേർക്കാം, എന്താ കഴിച്ചാൽ കുഴപ്പമൊന്നുമില്ല. പശു പ്രസവിച്ച ദിവസം ആദ്യത്തെ പാല് ഉപയോഗിക്കാമല്ലോ. ആദ്യത്തെ ദിവസം കറന്നെടുത്ത പാലേ ഉപയോഗിക്കാം, ഉപയോഗിക്കുന്നുണ്ട്. ഇതിന്റെ റിയാക്ഷൻ കണ്ടുപിടിക്കാൻ കാലം കുറെ കഴിഞ്ഞാൽ അന്ന് മോഡേൺ സയൻസ് ആയിട്ട് മാറും ഇത് ചെയ്യരുത് എന്ന്. മത്സ്യം, അതിന് വേറൊരു നാമമാണ് വിപരീത ജീവി എന്ന്. വിപരീതം എന്നുള്ള വാക്ക് കേട്ടിട്ട് ഞെട്ടണ്ട. മത്സ്യത്തിന്റെ ജീവിത രീതി മറ്റൊന്നാണ്. മത്സ്യം, അതിന് വേദന ഇല്ല എന്ന് പറഞ്ഞു. പറഞ്ഞത് 1-ാം നമ്പർ ഋഷിമാരാണ് മത്സ്യത്തെക്കുറിച്ച്. അപ്പൊ വെള്ളത്തിനെടുത്താൽ പെടയണതോ? നമ്മളെ വെള്ളത്തിൽ മുക്കിയാൽ നാം പെടയണത് ശ്വാസം കിട്ടാത്തത് കൊണ്ടാണ്. ഇത് ശ്വാസം കിട്ടാത്തത് കൊണ്ടാണെങ്കിലും വേദന അനുഭവിക്കുന്നില്ല. അതിങ്ങനെ പെടയാന്നുള്ളത് അതിൻ്റെ ശരീരത്തിന്റെ പ്രക്രിയയാണ് എന്നാണ് ഭാരതത്തിലെ നമ്പർ 1 ആചാര്യന്മാര് പറഞ്ഞത്. വിപരീത ജീവി എന്ന് പറഞ്ഞാൽ എത്രമാത്രം അകലേന്ന് ഒരുമിച്ച് വന്നിരുന്നാലും കൂട്ടിമുട്ടില്ല. 10,000-കണക്കിന് മീനുകൾ സമുദ്രത്തിൽ ഓടുമ്പോൾ കൂട്ടിയും ഇടിച്ചാൽ ഈ മീനുകളൊക്കെ ചാവില്ലേ? ഏതൊക്കെ സ്പീഡിൽ വന്നിരുന്നാലും ശരി കൂട്ടിമുട്ടാതെ പോകും. മീനിന്റെ പ്രത്യേകതയാണ്. രാത്രിയും പകലും ഒക്കെ അതിന്റെ കൺപോളകള് തുറന്നിരിക്കും. മീനിന് കൺപോളകൾ തന്നെയല്ല. ആ കാരണം കൊണ്ടാണ് മീനാക്ഷി എന്ന് പരാശക്തിയെ വിളിക്കാൻ കാരണം. അപ്പൊ ഞാനിത് പറഞ്ഞപ്പോ അദ്ദേഹം ചോദിച്ചു, അങ്ങനെ ഒരു അർത്ഥമുണ്ടോ? വെറുതെ അങ്ങോട്ട് മീനാക്ഷി മീനിന്റെ മാതിരിയുള്ള കണ്ണോ? ഏത് സമയത്തും പരാശക്തിയുടെ കണ്ണുകൾ തുറക്കുന്നിരിക്കണം. അതാണ് മീനാക്ഷി. ഇതില് മത്സ്യമാംസങ്ങളിൽ ഇത് സംസാരിക്കണം. ഞാൻ ചിക്കനോ മട്ടനോ ഒന്നും കഴിക്കാറ് ഇല്ല. ബാല്യത്തില് വള്ളുവനാട്ടെ നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ മത്സ്യാഹാരം ശീലിച്ച ആളാണ്. നിർത്തിയതിനു കഴിക്കാറില്ല. അത്യപൂർവമായിട്ടൊരു സ്ഥലത്ത് നിന്ന് നമ്മുടെ കുടുംബക്കാരുടെ വീട്ടിൽ പോയാൽ കഴിച്ചു എന്ന് വരാം. അതിന്റെ കാരണം വ്രതത്തെ സംരക്ഷിക്കേണ്ട ഒരാളല്ലല്ലോ ഞാൻ. അങ്ങനെ ഒരു സന്യാസ മാർഗത്തിലേക്ക് അങ്ങനെ നീങ്ങാത്ത സ്ഥിതിക്ക് അങ്ങനെ ഒരു എന്റർടൈൻമെന്റ് ആയിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ വേണ്ടാക്കേണ്ട കാര്യം എന്താ? വേണ്ട വയ്ക്കാം. കൊല്ലത്തിൽ ഒരിക്കൽ പോലും ഭക്ഷിക്കാറുമില്ല. പൊതുവെ ഞങ്ങളുടെ ഡിസ്കഷനിലെ കാര്യം ഒക്കെ മാംസമാണെങ്കിലും മത്സ്യമാംസങ്ങൾ എന്ന് പറയാനുള്ള കാരണം ഇതാണ്.
ഇപ്പോൾ കുറച്ച് കാര്യം ചിന്തിക്കാറുള്ളൂ. ധന്യമീ ജീവിതത്തിൽ 1000 എപ്പിസോഡ് പിന്നിട്ടു. 1000വും കേട്ടവരുണ്ട്. അവരോട് നന്ദി പറയുന്നു. സബ്സ്ക്രൈബ് ചെയ്യാൻ അപേക്ഷിക്കുന്നു. നമസ്കാരം.